കരുവന്നൂർ സഹകരണ തട്ടിപ്പിൽ ഇ ഡി അന്വേഷണം വൈകുന്നതിൽ എതിർപ്പ് അറിയിച്ച് ഹൈക്കോടതി. എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം. നിലവിൽ കരുവന്നൂരിനൊപ്പം 12 ബാങ്കുകളിൽ അന്വേഷണം നടക്കുന്നതായി ഇ ഡി കോടതി അറിയിച്ചു. കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാൻ കോടതി ഉത്തരവിട്ടു. എസ് ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, അതിവേഗം ചോദ്യം ചെയ്യലും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഒരു ഘട്ടത്തിൽ പോയിരുന്നു, പിന്നീട് ഒരു മെല്ലപ്പോക്കിലേക്ക് പോകുന്നു അന്വേഷണം എന്നത് കോടതിക്കും അതൃപ്തി ഉണ്ടാക്കുന്നുണ്ടല്ലേ? ഈ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഇടപെടൽ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. അതായത് ഈ കേസിലെ അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കണം. ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടും സഹകരണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ വളരെയധികം ദുരിതം അനുഭവിക്കുന്നുണ്ട് എന്ന് ഇന്ന് കോടതി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അന്വേഷണം ഇഴയുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തി. അന്വേഷണ വഴിയിലെ കോടതി ഇടപെടലുകളാണ് ഈ അന്വേഷണം ഇഴയുന്നതിന് കാരണമെന്ന് ഇ ഡി ഇന്ന് കോടതിയിൽ തിരിച്ച് മറുപടി നൽകി. നേരത്തെ ഈ സഹകരണ രജിസ്ട്രാറെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സമൻസ് നൽകിയപ്പോൾ ഇതേ ഹൈക്കോടതിയിലെ ഒരു ബെഞ്ചാണ് ഈ അന്വേഷണം ഈ സമൻസ് സ്റ്റേ ചെയ്തത് എന്ന് ഇ ഡിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ കോടതി മുമ്പാകെ ഇന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. പകുതിയിലേറെ അന്വേഷണം ഇതിനോടകം പൂർത്തിയായെന്നും മറ്റുള്ളവരിലേക്കുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നും കോടതിയിൽ ഇന്ന് ഇ ഡി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. നിലവിൽ കരുവന്നൂരിനൊപ്പം 12 ബാങ്കുകളിലാണ് ഇതുമായി ബന്ധപ്പെടുത്തി അന്വേഷണം നടക്കുന്നതെന്നും അഡ്വക്കേറ്റ് ജയശങ്കർ വി നായർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി. അതേസമയം കേസിൽ ഇതുവരെ സമർപ്പിച്ച കുറ്റപത്രങ്ങൾ ഹാജരാക്കാൻ കോടതി ഇന്ന് ഇ ഡിയോട് ആവശ്യപ്പെട്ടു. തുടർന്ന് കേസ് പിന്നീട് പരിഗണിക്കാനായി മാറ്റി. എന്തായാലും ഈ കേസ് അന്വേഷണം ഇങ്ങനെ വൈകുന്നതിൽ കോടതിക്ക് അതൃപ്തിയുണ്ട്. പക്ഷേ അതിലെ ഇ ഡി നൽകുന്ന വിശദീകരണം കോടതിയുടെ ചില അസമയങ്ങളിലുള്ള ഇടപെടലാണ് ഈ അന്വേഷണം ഇഴയുന്നതിന് കാരണം എന്നുള്ളതാണ്. എന്തായാലും കാത്തിരിക്കാം അടുത്ത തവണ കേസ് പരിഗണിക്കും വരെ. ശരി, ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.